സമുദ്രത്തിലെ വർണ്ണപ്പോരാളി മാൻഡീസ് ഷ്രിമ്പിന്റെ ജീവിതകഥ. നീലക്കടലിന്റെ ആഴങ്ങളിലെ ഉദയം, ശാന്തസമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾക്കിടയിലുള്ള ഒരു ഇരുണ്ട മാളം. അവിടെ 10,000-കണക്കിന് ചെറിയ മുട്ടകൾ ഒരു മുന്തിരിക്കുല പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അമ്മ ഷ്രിമ്പ് തന്റെ മുൻകാലുകൾ കൊണ്ട് ആ മുട്ടകളെ തലോടിക്കൊണ്ടിരുന്നു. ശത്രുക്കളിൽ നിന്ന് അവയെ സംരക്ഷിക്കാൻ അവൾ ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. ഒരു പുലർക്കാലത്ത് ആ മുട്ടകളിൽ നിന്ന് സുതാര്യമായ ഒരു കുഞ്ഞു ജീവി പുറത്തു വന്നു. അതായിരുന്നു ലൂക്ക. വെറുമൊരു മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ലൂക്കയ്ക്ക് അന്ന് നിറങ്ങളില്ലായിരുന്നു. കടലിലെ പ്ലവകങ്ങൾക്കിടയിൽ ഒഴുകി നടക്കുക എന്നതായിരുന്നു ആദ്യത്തെ ദൗത്യം. ലക്ഷക്കണക്കിന് സഹോദരങ്ങളുണ്ടെങ്കിലും വലിയ മീനുകളുടെയും മറ്റ് സമുദ്രജീവികളുടെയും വിശപ്പടക്കാൻ അവരിൽ ഭൂരിഭാഗവും ഇരയായി മാറി. എന്നാൽ ലൂക്ക അതിജീവിച്ചു. ഓരോ തവണയും തോട് പൊഴിക്കുമ്പോൾ അവൻ കുറച്ചുകൂടി വലുതായി. അവന്റെ ഉള്ളിൽ അത്ഭുതകരമായ ആയുധങ്ങൾ വളരാൻ തുടങ്ങി. അത്ഭുത ലോകത്തെ കണ്ണുകൾ മാസങ്ങൾ കടന്നുപോയി. ലൂക്ക ഇപ്പോൾ ഒരു കൗമാരക്കാരനാണ്. അവന്റെ ശരീരത്തിൽ പച്ചയും ചുവപ്പും നീലയും കലർന്ന മനോഹരമായ നിറങ്ങൾ തെളിഞ്ഞു വന്നു. എന്നാൽ അവന് ലഭിച്ച ഏറ്റവും വലിയ നിധി അവന്റെ കണ്ണുകളായിരുന്നു. മനുഷ്യർക്ക് വെറും 3 നിറങ്ങൾ RGB മാത്രം കാണാൻ കഴിയുമ്പോൾ ലൂക്കയ്ക്ക് 16 തരം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. സമുദ്രത്തിലെ സാധാരണ മീനുകൾക്ക് കാണാൻ കഴിയാത്ത അൾട്രാവയലറ്റ് രശ്മികളും പ്രകാശത്തിന്റെ ധ്രുവീകരണവും പോളറൈസേഷൻ അവന് വ്യക്തമായിരുന്നു. കടൽ അവന് ഒരു വർണ്ണ പ്രപഞ്ചമായിരുന്നു. ശത്രുക്കൾ ഒളിച്ചിരിക്കുന്നത് അവൻ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞു. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം നോക്കി തന്റെ ഇര എവിടെയുണ്ടെന്ന് അവൻ കൃത്യമായി കണക്കുകൂട്ടി. പ്രഹരശേഷിയുടെ പരീക്ഷണം. ഒരു ദിവസം ലൂക്ക തന്റെ ആദ്യത്തെ വലിയ വേട്ടയ്ക്ക് തയ്യാറെടുത്തു. ഒരു ചെറിയ ഞണ്ട് പാറക്കെട്ടിന് മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ലൂക്ക തന്റെ മുൻകാലുകൾ മടക്കി പിടിച്ചു, ഒരു വില്ല് വലിച്ചു പിടിക്കുന്നത് പോലെ. അവന്റെ ശരീരത്തിലെ പേശികൾ അസാമാന്യമായ ഊർജം സംഭരിച്ചു. പെട്ടെന്ന് ഒരു വെടിയുണ്ടയുടെ വേഗതയിൽ 2 കാലിബർ ബുള്ളറ്റ് സ്പീഡ് അവൻ ആ ഞണ്ടിന്റെ പുറന്തോടിലടിച്ചു. വെറും പ്രഹരമായിരുന്നില്ല അത്. അവന്റെ കൈകൾ അത്ര വേഗത്തിൽ നീങ്ങിയതിനാൽ വെള്ളത്തിനടിയിൽ ചെറിയ കുമിളകൾ രൂപപ്പെട്ടു. ഇതിനെ കവിറ്റേഷൻ ബബിൾസ് എന്ന് വിളിക്കുന്നു. ആ കുമിളകൾ പൊട്ടിയപ്പോൾ ഉണ്ടായ മർദ്ദവും ചൂടും ഞണ്ടിനെ തൽക്ഷണം ബോധരഹിതനാക്കി. ആ പ്രഹരത്തിന്റെ ആഘാതത്തിൽ വെള്ളത്തിനടിയിൽ ഒരു ചെറിയ പ്രകാശനാളവും താപവും ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഞണ്ടിന്റെ കടുപ്പമേറിയ തോട് ചിന്നിച്ചിതറി. ലൂക്ക തന്റെ ആദ്യത്തെ വലിയ വിജയം ആഘോഷിച്ചു. I see all the colors. I see all the light. പ്രണയവും അതിജീവനവും. ലൂക്ക പൂർണ്ണ വളർച്ചയെത്തി. ഒരു പവിഴപ്പുറ്റിനടിയിൽ അവൻ സ്വന്തമായി ഒരു വീട്, മാളം നിർമ്മിച്ചു. അവിടെ വെച്ചാണ് അവൻ തന്റെ പങ്കാളിയെ കണ്ടുമുട്ടിയത്. മാൻഡീസ് ഷ്രിമ്പുകൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരേ ഇണയോടൊപ്പം കഴിയുന്നവരാണ്. അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയത് നിറങ്ങൾ കൊണ്ടും പ്രകാശരശ്മികൾ കൊണ്ടുമാണ്. തങ്ങളുടെ മാളത്തിന് മുന്നിൽ വരുന്ന ശത്രുക്കളെ അവർ ഒന്നിച്ച് നേരിട്ടു. മുട്ടകൾക്ക് കാവലിരിക്കാനും ഭക്ഷണം കണ്ടെത്താനും അവർ പരസ്പരം സഹായിച്ചു. കടലിലെ ഏതു വലിയ ജീവിയെയും
ഭയപ്പെടുത്താൻ ലൂക്കയ്ക്കറിയാമായിരുന്നു. ഒക്ടോപ്പസുകൾ പോലും ലൂക്കയുടെ മാളത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ഒന്ന് ശങ്കിച്ചു. കാരണം ലൂക്കയുടെ ഒരു അടി കിട്ടിയാൽ അവരുടെ തലയോട്ടി തകരാൻ വരെ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. വിടവാങ്ങൽ. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ലൂക്കയുടെ നിറങ്ങൾ മങ്ങാൻ തുടങ്ങി. പടം പൊഴിക്കൽ പ്രക്രിയ അവന് കൂടുതൽ കഠിനമായി മാറി. പഴയ തോട് ഉപേക്ഷിക്കുമ്പോൾ അവന്റെ ശരീരം വളരെ മൃദുലമാകും. ആ സമയത്ത് അവൻ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ഇരയാക്കാൻ സാധ്യതയുണ്ട്. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ലൂക്ക തന്റെ മാളത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടി. അവൻ തന്റെ പിന്മുറക്കാരെ ഓർത്തു. കടലിന്റെ ആഴങ്ങളിൽ 10,000-കണക്കിന് പുതിയ ലൂക്കമാർ വളരുന്നുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ സമുദ്രം ശാന്തമായിരുന്നപ്പോൾ ആ വർണ്ണാഭമായ പോരാളിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അവന്റെ ശരീരം സമുദ്രത്തിലെ മറ്റ് ചെറിയ ജീവികൾക്ക് ഭക്ഷണമായി. മണ്ണായി മാറിയ അവന്റെ അംശങ്ങൾ പുതിയ പവിഴപ്പുറ്റുകൾക്ക് വളമായി. പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയുടെ ജീവിതയാത്ര അങ്ങനെ സമാപിച്ചു. കഥയിലെ പ്രധാന വസ്തുതകൾ. വേഗത. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പ്രഹരമാണ് ഇവയുടേത്. ദൃശ്യശക്തി. പ്രകാശത്തിന്റെ സർവ്വതലങ്ങളും കാണാൻ കഴിയുന്ന സങ്കീർണമായ കണ്ണ്. കവിറ്റേഷൻ. പ്രഹരത്തിലൂടെ വെള്ളത്തിനടിയിൽ ശൂന്യതയും ചൂടും സൃഷ്ടിക്കുന്നു. Target locked. Discharge.